ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പല വീട്ടിലും കണ്ടിട്ടുണ്ടാവും നൈറ്റ് ലാമ്പ്, നല്ല അടിപൊളി നൈറ്റ് ലാമ്പൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പീടികയിൽ ചെന്ന് കണ്ട് അത് മേടിക്കാൻ ചെന്നാൽ അതിന് കോസ്റ്റ് ഏകദേശം 2000-3000 ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇൻട്രോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ അത്യാവശ്യം ഭംഗിയുള്ള ഒരു നൈറ്റ് ലാമ്പ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ കടയിൽ ചെന്ന് വാങ്ങുന്ന അത്ര ഭംഗി പ്രതീക്ഷിക്കരുത്. പക്ഷേ എന്നാലും അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള ഒരു നൈറ്റ് ലാമ്പ് നമുക്ക് എത്രയും കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്കാണ്. അപ്പോൾ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് തന്നെ നമുക്ക് നല്ലൊരു നൈറ്റ് ലാമ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യം കുറച്ചധികം ഐസ്ക്രീം സ്റ്റിക്കാണ്, കൂടാതെ കുറച്ച് ഗമ്മും. ഇവിടെ ഗമ്മായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ ഉപയോഗിച്ച് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കിടത്തി വെക്കുക. അതിനുശേഷം 2 ഐസ്ക്രീം സ്റ്റിക്ക് അതിൻ്റെ തറ്റത്തായിട്ട് ഒട്ടിച്ച് വെക്കുക. വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് നേരെ കുത്തനെ വെക്കുകയാണ്. നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും. നേരെ കുത്തനെ വെക്കുക. അതിൻ്റെ മുകളിൽ പിന്നെ പഴയതുപോലെ തന്നെ ഐസ്ക്രീം സ്റ്റിക്ക് 2 അതിൻ്റെ എൻഡിൽ ഒട്ടിച്ച് വെക്കുകയാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അതുപോലുള്ളൊരു രൂപം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് വെക്കുമ്പോൾ നമ്മൾ ആദ്യം വെച്ച 2 ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് അടുത്ത ഐസ്ക്രീം സ്റ്റിക്ക് വെക്കുക. എന്നാൽ മാത്രമേ കറക്റ്റ് ഒരു സർക്കിളായിട്ട് വരിക. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് കുറച്ച് ടൈമൊക്കെ കുറച്ച് എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ ടൈം നന്നായിട്ട് എടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല കറക്റ്റ് നിങ്ങൾക്ക് ഹാഫ് സർക്കിളായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് സ്പീഡ് ചെയ്തുകൊണ്ട് തന്നെ അത്ര കറക്റ്റായിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇനി ബാക്കിയൊക്കെ വരുന്നത്. അതൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഏകദേശം നമ്മളുടെ സർക്കിളിൻ്റെ ഹാഫ് സർക്കിളിൻ്റെ പകുതിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതേ രീതിയിലൊന്ന് പോവാം. അപ്പോൾ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. പഴയ സ്റ്റെപ്പ് തന്നെയാണ് പിന്നെയും തുടരുന്നത്. അവസാനം വരെ നമ്മൾ ഒരേ സ്റ്റെപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ സ്പീഡിൽ അടിച്ചു വിടുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായി തന്നെ ഒരു ഹാഫ് സർക്കിൾ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ടോപ്പിൽ വെക്കാനുള്ള സാധനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഹാഫ് സർക്കിൾ പോലെ തന്നെ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനോഹരമാക്കാൻ കഴിയും. ഇനി നമുക്ക് അതിൻ്റെ ബേസ് ഉണ്ടാക്കിയെടുക്കണം. ബേസ് ഉണ്ടാക്കാനായിട്ട് കുറേ ഐസ്ക്രീം സ്റ്റിക്ക് നിരത്തി വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ നീളം അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊന്ന് മുകളിൽ വെച്ചിട്ട് 2 ഐസ്ക്രീം സ്റ്റിക്ക് അതിൻ്റെ തറ്റത്ത് വെക്കുകയാണ്. എന്നതിന് ശേഷം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് അടുപ്പിച്ച് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീഡിയോയിലേക്ക് നോക്കുക. വീഡിയോയിൽ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ബേസ് ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല. ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാറ്റി വേറെ രീതിയിലൊക്കെ അതിൻ്റെ ബേസ് ഉണ്ടാക്കാൻ കഴിയും.
ഇനി നമുക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യണം. ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ഹോൾഡർ വെക്കാനായിട്ട് നമുക്ക് 3 ഹോൾ ഇടണം. അപ്പോൾ ഈ 3 ഹോൾ ഇടണമെന്ന് വെച്ചാൽ 2 എണ്ണം അതിന് സ്ക്രൂ ചെയ്യാനും 1 അതിൻ്റെ വയർ കടത്തി വിടാനാണ്. അപ്പോൾ ഞാനിവിടെ 3 ഹോൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ 3 ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ സെൻറ്ററത്തെ ഇത് കൂടെ നമ്മളുടെ ഹോൾഡറിലേക്കുള്ള വയർ കണക്ട് ചെയ്യാണ്. ഹോൾഡറിലേക്കുള്ള വയറൊന്ന് ഞാൻ കണക്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഹോൾഡറിൻ്റെ വയർ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഫിക്സ് ആയിട്ട് തന്നെ ഹോൾഡർ ഉണ്ട്. ഹോൾഡർ ഊരി പോകാതെ വെക്കുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ അത്യാവശ്യം ടൈറ്റിൽ തന്നെ വെക്കുക. ഓവർ ടൈറ്റ് ചെയ്യാതെ വെക്കുക, കാരണം അത് ചീന്തി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 2 ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ സാധനം അവിടെ ഒട്ടിച്ച് വെക്കണം. അതൊന്ന് അധികം ചീന്തി പോകാതെ വെക്കാൻ വേണ്ടി ഒട്ടിച്ച് വെക്കാൻ പോവാണ്. ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കിയ ടോപ്പിലേക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഡബിൾ ടാപ്പ് ഗമ്മാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഡബിൾ ടാപ്പ് വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും അത് ചേഞ്ച്, ഉള്ളത്തെ ബൾബ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങോട്ട് വലിച്ചാൽ കിട്ടും. ഹോട്ട് ഗണ്ണ് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ ഒക്കെ വെച്ച് ചെയ്താൽ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ഡബിൾ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ് അപ്പോൾ ഏകദേശം നമ്മളുടെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് അല്ലെങ്കിൽ സിൽവർ പെയിൻറ്റോ അല്ലെങ്കിൽ ഗോൾഡൻ പെയിൻറ്റോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ മനോഹരമാവും. ഞാനിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും അടിക്കാൻ നിൽക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മനോഹരമാക്കാൻ വേണ്ടി അങ്ങനെ സിൽവർ പെയിൻറ്റ് ഗോൾഡൻ പെയിൻറ്റ് ഒക്കെ അടിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. അപ്പോൾ ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു നൈറ്റ് ലാമ്പ് തന്നെ ആയിട്ട് കിട്ടും. അപ്പോൾ സ്പ്രേ പെയിൻറ്റും കൂടെ അടിച്ചാൽ ഒന്നുകൂടെ ഭംഗി കൂടും. അപ്പോൾ ഞാൻ ഇതൊന്ന് ചുമരിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. ചുമരിൽ ഫിക്സ് ചെയ്യാൻ ഞാനിവിടെ ഡബിൾ ടാപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് ഫിക്സ് ചെയ്യാനാണെങ്കിൽ അവിടെ ഒരു ഹോൾ ഇട്ടിട്ട് അത് സ്ക്രൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് പകരം ഞാനിപ്പോൾ പെർമനൻ്റ് അല്ലാതെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഡബിൾ ടാപ്പ് വെച്ച് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു പ്രത്യേക സ്റ്റൈലുള്ള ഒരു നൈറ്റ് ലാമ്പാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ പല രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെല്ലാവരും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഒരു അത്യാവശ്യം നല്ലൊരു അടിപൊളി നമ്മളുടെ നൈറ്റ് ലാമ്പ് തന്നെയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനിയുള്ള വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതിലും കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.